കോങ്കോക്കെതിരെ വളരെ ഞെട്ടിക്കുന്ന ഒരു സമനിലയാണ് പോർച്ചുഗൽ വഴങ്ങിയത്. അതിന് പിന്നാലെ ഉയരുന്ന വലിയൊരു ചോദ്യമാണ്, പോർച്ചുഗലിന്റെ പ്രശ്നം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ അതോ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസോ? വലിയ താരനിരയുമായി ലോകകപ്പിനിറങ്ങിയ പോർച്ചുഗൽ താരതമ്യേന ദുർബലരായ കോങ്കോയ്ക്ക് മുന്നിൽ വിയർക്കുന്നതാണ് ഇന്നലെ കണ്ടത്. പോർച്ചുഗലിന് അടിതെറ്റിയത് എവിടെയാണ്? മൂസിൻ സിസി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടുകൂടി തുടങ്ങാം. പോർച്ചുഗൽ ഇങ്ങനെ കളിച്ചാൽ മതിയോ? ആദ്യ കിരീടം തേടിയെത്തുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും കോങ്കോയ്ക്കെതിരെ സമനിലയിൽ കുരുങ്ങിയതോടെ ടീമിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. മത്സരത്തിൽ 75% പന്ത് കൈവശം വെച്ചിട്ടും എതിർ ബോക്സിന് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന പോർച്ചുഗൽ മുന്നേറ്റ നിരയാണ് ഇന്നലെ കണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോമില്ലായ്മ ടീമിന്റെ ആക്രമണങ്ങളുടെ മൂർച്ച കുറച്ചു എന്നാണ് വിലയിരുത്തൽ. തന്റെ 6ാമത്തെ ലോകകപ്പ് കളിക്കുന്ന 41-കാരനായ റൊണാൾഡോയ്ക്ക് മത്സരത്തിലുടനീളം വെറും 25 ടച്ചുകൾ മാത്രമാണ് നേടാനായത്. ലഭിച്ച 2 സുവർണാവസരങ്ങളും CR7 നഷ്ടപ്പെടുത്തി. ബോക്സിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന താരം ടീമിന്റെ ബിൽഡപ്പ് പ്ലേയിൽ പങ്കാളിയാകാതിരുന്നതും കൗണ്ടർ അറ്റാക്കിൽ വേഗത കുറച്ചതും മുന്നേറ്റ നിരയുടെ മുനയൊടിച്ചു. 2ാം പകുതിയിൽ സൂപ്പർ താരം നിഷ്പ്രഭനായിട്ടും താരത്തെ പിൻവലിക്കാൻ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തയ്യാറായില്ല. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ സ്കോററെ ഗോൾ ആവശ്യമുള്ള ഘട്ടത്തിൽ പിൻവലിക്കുന്നത് യുക്തിയല്ല എന്നാണ് മത്സരശേഷം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ഇതിനെ ന്യായീകരിച്ചത്. കോങ്കോ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കി കളി ലോക്ക് ചെയ്തപ്പോൾ അതിനെ മറികടക്കാൻ കൃത്യമായ പ്ലാൻ ബി നടപ്പാക്കാനും മാർട്ടിനസിന് സാധിച്ചില്ല. പോർച്ചുഗലിനേക്കാൾ കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തത് കോങ്കോ ആയിരുന്നു എന്നത് പരിശീലകന്റെ ടാക്ടിക്കൽ പരാജയം വ്യക്തമാക്കുന്നു. ഗ്രൂപ്പ് കെയിലെ ആദ്യ മത്സരം പോർച്ചുഗലിന് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. എംബാപ്പെ, മെസ്സി, ഹാലൻഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ടീമുകളെ ആദ്യ മത്സരങ്ങളിൽ തന്നെ മികച്ച വിജയങ്ങളിലേക്ക് നയിച്ചപ്പോൾ റൊണാൾഡോയ്ക്കും സംഘത്തിനും അതിന് സാധിക്കാതെ പോയത് ആരാധകരെ നിരാശരാക്കുന്നു. ലോകകപ്പ് പോലുള്ള വലിയൊരു ടൂർണമെന്റിൽ മുന്നോട്ടു പോകണമെങ്കിൽ വ്യക്തിഗത മികവുകളേക്കാൾ ടീം എന്ന നിലയിലുള്ള ഒത്തൊരുമയും വേഗതയും അനിവാര്യമാണെന്ന് കോങ്കോയ്ക്കെതിരായ മത്സരം പോർച്ചുഗലിനെ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ എന്നിവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ അഴിച്ചുപണി തന്നെ ടീമിൽ വേണ്ടിവരും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.